വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ഫോർ ബിഗിനേഴ്സ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക എന്നതാണ്. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇറ്റ് എക്സ്ക്ലൂഡ്സ് നെഗറ്റീവ് നമ്പേഴ്സ് ആസ് വെൽ ആസ് സീറോ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. സോ നാച്ചുറൽ നമ്പേഴ്സ് എപ്പോഴും 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ് ടു 0 വരെ അത് കണക്കിലെടുക്കില്ല. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ് ടു ഇൻഫിനിറ്റി വരെ. 1 2 3 4 5 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹോൾ നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 1. ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആസ് യൂഷ്വൽ നമുക്ക് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാം. സോ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഫോർ സോൾവിങ് ദ പ്രോബ്ലം. സോ ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് ഇവിടുത്തെ പ്രോബ്ലം. സോ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. എപ്പോഴും പറയുന്നത് പോലെ അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം ആയിരിക്കും, സ്റ്റാർട്ട് തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഡിക്ലെയർ ദ വേരിയബിൾസ്. നമുക്ക് വേരിയബിൾസിൻ്റെ ആവശ്യമുണ്ട് ഫോർ സ്റ്റോറിങ് നമ്പേഴ്സ്. വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേരിയബിൾസിൻ്റെ ആവശ്യമുണ്ട്. സോ നമുക്ക് നെസസറി ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യാം. സ്റ്റെപ്പ് 3 റീഡ് ദ നമ്പർ. നമുക്ക് ഒരു നമ്പർ റീഡ് ചെയ്ത് എടുക്കണം യൂസർ അടുത്തുനിന്ന്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ദാറ്റ് പർട്ടിക്കുലർ നമ്പറാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 3 എന്നാണ് യൂസർ അടുത്തുനിന്ന് വാങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് 1 + 2 + 3, അതായത് 1 + 2 3 + 3 6. അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അതിന് വേണ്ടിയിട്ടാണ് റീഡ് ദ നമ്പർ. നെക്സ്റ്റ് വന്നിട്ട് ചെക്ക് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ഗോ ടു സ്റ്റെപ്പ് 5. അതായത് ഞാൻ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം 1. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കും. ആണെങ്കിൽ മാത്രമാണ് പ്രിൻ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. സോ അതുകൊണ്ടാണ് സ്റ്റെപ്പ് 7ലേക്ക് പോകാൻ പറഞ്ഞത്. സോ നമ്മുടെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ സ്റ്റെപ്പ് 7ലേക്ക് എത്തും. അവിടെ എന്താണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് 1. സോ ജസ്റ്റ് ഞാനൊരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യണത് കൊണ്ട്. സോ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് വിത്ത് 1. പ്ലീസ് എൻ്റർ ദ വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 1. 1ഓ 1ൻ്റെ മേലെയുള്ള നമ്പറോ വേണം നമുക്ക് കൊടുക്കാൻ. സോ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അതായത് ആ നമ്പർ എന്ന് പറയുന്നത് 0നേക്കാളും വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ നമ്പറിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഹിയർ വി ആർ യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് കോൺസെപ്റ്റ് പോകുന്നത്. സോ അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. സോ ഡിസ്പ്ലേ ദ സം. നമുക്കിനി സമ്മ് ഡിസ്പ്ലേ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ദ പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് അൽഗോരിതം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൂപ്പ് കോൺസെപ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. ലൂപ്പിൻ്റെ ബേസിക് പറഞ്ഞു തന്നിട്ടില്ല. സോ ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ ലൂപ്പ് എന്താണ്, ആ ലൂപ്പിൻ്റെ ബേസിക് സ്ട്രക്ചർ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാം. നമുക്കറിയാം ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ലൂപ്പ് ഉണ്ട്. സോ ആ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം വേറൊരു വീഡിയോയിൽ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പിലൂടെയാണ്. സോ ആസ് യൂഷ്വൽ starting the program with a preprocessor directive #include stdio.h എന്ന ഹെഡർ ഫയൽ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഇമ്പോർട്ടിംഗ് stdio ഫയൽസ്. ആ stdio ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. സോ ഹെഡർ ഫയലിന് വേണ്ടി നമ്മൾ എഴുതി. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് മെയിൻ. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡിക്ലെയർ ദ വേരിയബിൾസ്. ഹിയർ വി ആർ ഡിക്ലെയറിംഗ് ദ വേരിയബിൾസ് ഓഫ് ഇൻഡിജർ ഡാറ്റ ടൈപ്പ്. ഹിയർ ഐ ആം ഡിക്ലെയർഡ് 3 വേരിയബിൾസ്, നം, ഐ ആൻഡ് സം. ഈ സം എന്നത് ഞാൻ 0 എന്ന് കൊടുത്ത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നം മീൻസ് നമ്പർ ആൻഡ് ഐ ഫോർ ലൂപ്പിംഗ് വേരിയബിൾ ആൻഡ് സം ഈസ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേറ്റിംഗ് സം. സോ ഇതാണ് നമ്മുടെ വേരിയബിൾസിൻ്റെ പർപ്പസ്. ഇനി പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ജസ്റ്റ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് സ്ലാഷ്, അതായത് ഒരു സ്ലാഷിൻ്റെ ഇടയിൽ കുറച്ച് സിംഗിൾ ഡാഷ് ഇട്ടിട്ടുണ്ട് ഫോർ എന്താ പറയുക, ഒരു ഇംപ്രൂവിങ് റീഡബിലിറ്റി, ഒരു ഹെഡിങ്ങിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് എൻ്റർ ദ നമ്പർ അപ് ടു വിച്ച് സം യു വാണ്ട്, അതായത് യൂസർ അടുത്തുനിന്ന് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 6 എന്ന് വരണം.
സോ 3 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ അടുത്ത് ആവശ്യപ്പെടുന്നത്. 3 ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. സോ സ്കാനഫിൽ വന്നിട്ട് %d നമ്പർ, ഒരു നമ്പർ അങ്ങനെ നമ്മൾ യൂസർ അടുത്ത് നിന്ന് റീഡ് ചെയ്ത് എടുത്തു. ഇനി നമ്മുടെ കണ്ടീഷൻ ചെക്കിംഗ് ആണ്. ഇഫ് നം ഗ്രേറ്റർ ദാൻ 0, നമ്മ 0-നേക്കാളും വലുതാണെങ്കിൽ ബാക്കിയാണ് അടുത്ത കണ്ടീഷൻ. വലുതാണെങ്കിൽ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ കടത്തിവിടുന്നു. ലൂപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം i++ എന്ന കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. സോ നമ്മുടെ നമ്പർ i-നേക്കാളും വലുതാണോ എന്ന് നോക്കുകയാണ്. വലുതാണെങ്കിൽ സം ഈക്വൽ ടു സം പ്ലസ് i. സം ഓൾറെഡി നമ്മൾ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ആ വാല്യൂയോട് കൂടിയിട്ട് നമ്മുടെ i വാല്യൂ ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ കണ്ടീഷൻ റിപ്പീറ്റഡായി എക്സിക്യൂട്ട് ചെയ്യും i++ലൂടെ അപ് ടു നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം എന്ന് ഫോൾസ് ആവുന്നത് വരെ, അപ് ടു ട്രൂ ആവുന്നവരെ എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആകുമ്പോൾ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ സമ്മ് ഡിസ്പ്ലേ ചെയ്യണം. സോ printf സം ഈക്വൽ ടു %d സം എന്നത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി നമ്മൾ ഇഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നം ഗ്രേറ്റർ ദാൻ 0 ആണ് കൊടുത്തത്. ഇപ്പോൾ സപ്പോസ് നം ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനാണ് എൽസ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഇഫ് എൽസ് അല്ലാതെ ഇഫ് മാത്രം ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എൽസ് കണ്ടീഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. എൽസിൽ വരുന്നത് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 1, പ്ലീസ് എൻ്റർ ദ വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1-ഓ 1-ൻ്റെ മേലെയോ ഉള്ള നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസർ അടുത്ത് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ റിട്ടേൺ 0 കൊടുത്ത് നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ആ കോൺസെപ്റ്റ്, ആ പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ്. ആസ് യൂഷ്വൽ ഞാൻ ഇനി ഓൺലൈൻ കമ്പൈലറിലിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് തരാം, കാണിച്ചു തരാം. സോ ഞാനിവിടെ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രോംപ്റ്റിൽ കൊടുത്ത പോലെ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റർ ദ നമ്പർ അപ് ടു വിച്ച് സം യു വാണ്ട്, ഏത് വരെയാണ് നമുക്ക് സം ആവശ്യം. ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കൊടുക്കുന്നു. സോ 3 കൊടുക്കുമ്പോൾ നമുക്ക് 6, സം ഈക്വൽ ടു 6 എന്ന് വരുന്നു. ഞാൻ വേറൊരു നമ്പർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ 10 ആണ് കൊടുത്തതെങ്കിൽ 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 ആ വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഹിയർ സം ഈക്വൽ ടു 55 എന്ന് ആൻസർ വന്നു. ഞാനിപ്പോൾ 0-ഓ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ വാല്യൂ ഇട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് എൽസ് എങ്ങനെ വർക്ക് ചെയ്യണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 1, പ്ലീസ് എൻ്റർ ദ വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരുന്നു. ഞാനൊരു മൈനസ് വാല്യൂ ഇട്ട് നോക്കാം, -9. അപ്പോഴും അതേ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഞാനൊരു നോട്ട് പാഡിലിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ ലൂപ്പ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, സം ഈക്വൽ ടു 0 മാത്രം ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോസസ്സ് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നമ്പർ കൊടുക്കാം, നം ഈക്വൽ ടു 3 തന്നെ കൊടുക്കാം. സോ ഫസ്റ്റ് എന്ത് വരും, നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ടിംഗ് കണ്ടീഷനെ i ഈക്വൽ ടു 1 ആണ്. സോ i ഒബിയസ്ലി ലെസ് ദാൻ എന്തായിരിക്കും, 3 ആയിരിക്കും. സോ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഈ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, എക്സിക്യൂഷൻ്റെ താഴെ പോകും. സം ഈക്വൽ ടു സം പ്ലസ് i. ഇപ്പോൾ ഓൾറെഡി സമ്മ് 0 ആണെന്ന് നമുക്കറിയാം. സോ 0 പ്ലസ് ഐയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. സോ 0 + 1 ഈക്വൽ ടു 1. ഈ 1 ആണ് ഇപ്പോഴത്തെ സമ്മിൻ്റെ വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും, i++ ചെയ്യുന്നുണ്ട്. സോ ഈ വാല്യൂ, ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആകും. ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ 1 ആണ്, സമ്മല്ല, ഐയുടെ വാല്യൂ 1 ആണ്. 1 വെച്ചാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത്. സോ ഐയുടെ വാല്യൂ 1 ആണ്. സോ i++ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ 2 ആകും. സോ നമ്മുടെ കണ്ടീഷൻ എന്താണ്, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ആണ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുക, i അതായത് നമ്മുടെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ സം എത്രയാണ്, 3 ആണ്. സോ കണ്ടീഷൻ ട്രൂ ആണ്. സോ സം ഈക്വൽ ടു സം പ്ലസ് i. ഇപ്പോഴത്തെ സമ്മിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. സോ നമ്മൾ എന്ത് സംഭവിക്കും, ഇപ്പോഴത്തെ സമ്മിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട്
1 പ്ലസ് ഐ. ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്. സോ 1 + 2 = 3 എന്ന ആൻസർ കിട്ടും. ഇനി ഐ പ്ലസ് പ്ലസ് കണ്ടീഷൻ ആകുമ്പോൾ എന്താണ്? ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. സോ ഐ പ്ലസ് പ്ലസ് വരുമ്പോൾ ഐയുടെ വാല്യൂ 2 ആണ് പറഞ്ഞു. സോ ഐ = 2 + 1 = 3 എന്നായി. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ആണോ നോക്കുകയാണ്. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ നോക്കുകയാണ്. സോ കണ്ടീഷൻ ട്രൂ ആണ്. സോ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് സംഭവിക്കും? സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇപ്പോഴത്തെ സമ്മിൻ്റെ വാല്യൂ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു 3 ആണ് സമ്മിൻ്റെ വാല്യൂ എന്ന് നമുക്കറിയാം. സോ ഇപ്പോഴത്തെ അങ്ങനത്തെ കണ്ടീഷൻ അനുസരിച്ച് നോക്കുമ്പോൾ 3, ഇപ്പോഴത്തെ കറണ്ട് സമ്മിൻ്റെ വാല്യൂ 3. നമ്മൾ എടുത്തിരിക്കുന്ന ഐയുടെ വാല്യൂ എന്താണ്? 3 ആണ്. സോ 3 + 3 = 6. ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഐ പ്ലസ് പ്ലസിലേക്ക് പോകും. സോ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എന്താണ്? 3 ആണ്. കറണ്ട് ഐയുടെ വാല്യൂ 3 ആണ്. സോ ഇനി 3 ++ ഐ പ്ലസ് പ്ലസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആകും. സോ 3 ++ വിച്ച് മീൻസ് എന്താണ്? 3 + 1 = 4 എന്നായി ഐയുടെ വാല്യൂ. ഇതാണ് കറണ്ട് ഐയുടെ വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ 4 ആണെന്ന് നമുക്കറിയാം. സോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. സോ 4 3നേക്കാളും ചെറുതല്ല, വലിയ വാല്യൂ ആണ്. സോ അവിടെ വെച്ച് നമ്മൾ എന്താകും? കണ്ടീഷൻ ഫാൾസ് ആയി. സോ ലൂപ്പിൽ നിന്ന് അത് പുറത്തു പോകും. ആ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ആകും. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് സം കിട്ടിയത്? ഈ സം ഈക്വൽ ടു സം പ്ലസ് ഐയുടെ വാല്യൂ 3, അതായത് 3 + 3 6 എന്ന് മാത്രം വാല്യൂ വന്നത്. നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് അത് പോയില്ല. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ എക്സിക്യൂഷൻ്റെ ഓവർവ്യൂ. സോ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൻ്റെ കോൺസെപ്റ്റ്. നിങ്ങൾ ഒരു പ്ലെയിൻ ആൻഡ് പേപ്പർ ആൻഡ് പെൻ എടുത്ത് ഈ കോൺസെപ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.